ജീവിതം. എന്താ മിണ്ടാത്തെ? ബഷീറേ, ബഷീറേ, ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. ആടെ എന്നെ ഈറ പിടിപ്പിച്ചിരുന്നിട്ടാ സുൽത്താൻ പറഞ്ഞോണ്ടാ അന്നെ നമ്മളിന്നും പോറ്റണേ. ഇക്കാനാ പറഞ്ഞത്. ആ ഇജിന്നെ കളിയാക്കാല്ലേ? നോക്കിക്കോ, അന്നെ ഞാൻ ഇറച്ചിക്കാരെ സുലമന് വിൽക്കും. പേടിച്ചോയോ? സങ്കടപ്പെടണ്ടാട്ടാ, അന്നെ നമ്മൾ ആർക്കും കൊടുക്കൂല. കരയണ്ടാട്ടാ. വെറുതല്ല സുൽത്താൻ അന്നേന്നെയും ചേർത്തൊരു കഥയുണ്ടാക്കിയത്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഈ സ്നേഹത്തിന്റെ വലിപ്പം കാണിക്കാനാ. ഇജ്ജി പാത്തുമാരെ കൽബാടി അന്നെ നമ്മൾ ആർക്കും കൊടുക്കൂല. അല്ലാ, ഇതാരപ്പത്? സാറാമേ, എത്ര നാളായി എന്നൊന്ന് കണ്ടിട്ട്. കെട്ടിയോ കാണണ്ട. എന്ത് എന്ത്? ആടിനുമ്മ കൊടുക്കണതും ആ മാറോട് ചേർത്ത് പിടിക്കണതും. പോ, അന്റെ ഒരു കളിയാക്കല്. അതിന് നമ്മടെ മംഗല്യം കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിയുമല്ലോ, ഇന്നോ നാളെയോ കഴിയുമല്ലോ. കണ്ടുവച്ചിട്ടുണ്ടാവുമല്ലോ ബാപ്പ അനക്കൊരു സുന്ദരമാരനെ. അല്ല, എന്താ എന്റെ കയ്യിലൊരു നോട്ട്ബുക്കും പുസ്തകമൊക്കെ? ഇച്ചിപ്പോ സ്കൂളിൽ പഠിച്ചാൻ പോവാ? ആ, പെണ്ണിന് നാണം വന്നല്ല. അപ്പൊ എന്തോ ഒരു കള്ളത്തരുണ്ട്. എടേ നോക്കട്ടെ. പഠിച്ചറപ്പേ, പ്രേമലേഖനം. പാത്തു, എനിക്കൊരു സഹായം ചെയ്യോ? ഇച്ച് പറ. വായിച്ചാ എന്നെ ഒരിക്കലും മറക്കാത്ത വാക്കുകൾ കൊണ്ട് എനിക്കൊരു പ്രേമലേഖനം എഴുതി തരൂ. എനിക്ക് മൂപ്പർക്കൊരു മറുപടി കൊടുക്കാനാ. കത്തെഴുതാനാ? ആര്? ഞമ്മളാ? ഞമ്മളെ എഴുതിയാലേ കൊച്ചിനെ കോഴിക്കോട്ടേക്കായിരിക്കും. അന്റെ കാമുകന് ഓടിയോടത്തെ പുല്ല് പോലും മുളക്കൂല. എത്ര ദിവസമായിന്നറിയോ ഒരു മറുപടിക്ക് ചോദിക്കണു. എനിക്കെന്തോ കൈ വരച്ചിട്ട് എഴുതാൻ കഴിയണില്ല. ഇച്ച് വിഷമിക്കണ്ടടി, പറ്റിയതാളെ നമ്മളടുത്തുണ്ട്. ഇച്ച് ബാ. ആര്? ആണുങ്ങളാ? അതൊക്കെ ഉണ്ട്. ആടേ ബക്കം ബക്കം നിന്ന് വെള്ളം ഇറക്കിട്ടാ നമ്മളിപ്പ വരാം. അല്ല പാത്തു, നിന്റെ ഈ ഭാഷ ആടിനറിയോ? ആർക്ക്? ഓൾക്കാ. ഓൾക്കേ ഇംഗ്ലീഷ് വരെ അറിയാ. ഓള് നമ്മുടെ സുൽത്താന്റെ പഴപ്പലേന്ന്. ബാ. ആരുമില്ല ഇവിടെ? അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ ആരുമില്ലേ വീട്ടാരെ? എടി, അത് പൂട്ടിയിരിക്കുന്ന കണ്ടില്ലേ? അകത്താളില്ല. അതും ശരിയാണല്ല, നമ്മളൊരു മണ്ടിയാണ്. ആ പക്ഷെങ്കിലേ നമുക്കറിയാം ആളെടി ഉണ്ടാവുന്നു. ഇജ്ജ് ബാ. എങ്ങോട്ട്? അതൊക്കെ ഉണ്ട്, ഇജ്ജ് ബാ. അയ്യോ ചേച്ചി, എന്നോട് ക്ഷമിക്കണേ, ഞാനിത് മായ്ച്ചു തരാട്ടോ. അന്നോട് ആരാ എന്റെ മതിൽ എഴുതാൻ പറഞ്ഞേ? ഇജ്ജൊന്ന് മാച്ചാലേ. എടി എടി പാത്തു. ഓ, കണ്ടുപിടിച്ച്. വല്ലാത്തൊരു പൈച്ചിനാണിജ്ജ്. ബലാല്, നിന്റെ ഇമ്പമുള്ള ഭാഷ കേട്ട പിന്നെ മനസ്സിലാവാണ്ടിരിക്കുവോ? ആ സാറാമ്മയല്ലേ ഇത്? എന്നെ അറിയോ? പിന്നെ അറിയാണ്ട്. സാറാമ്മ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അത്ര ചില്ലറക്കാരനൊന്നും അല്ലല്ലോ. അതും ഈ ലോകത്തെ സർവരും കുളിരോടെ ഓർക്കുന്ന പ്രേമം എന്ന വികാരത്തിലൂടെ. മോഹത്തിന്റെ കാര്യത്തില് ഇച്ചൊട്ടും പുറകിലല്ല.
അന്റെ നിന്റെയൊക്കെ ഒരു അടയാളം ഈ ഭൂമിയിൽ ഇട്ടിച്ചു പോയും മൂപ്പരെന്നല്ലേ സുൽത്താൻ. നാരായണി ബഷീർക്ക. അല്ല ഇതെന്താ ഇത്? പണ്ട് ബഷീർക്ക് ജയിലിലുണ്ടായിരുന്നപ്പോ ഞാനും ബഷീർക്കയും പരസ്പരം ഹൃദയം കൊണ്ട് പ്രണയിച്ചിരുന്നതാ. അന്നീ ജയിൽ മതിലാ ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷി. അയിനിത് ജയിലല്ല രാമതാരം പെരേലേനെ. എന്താ രണ്ടുപേരും കൂടി എന്നെ അന്വേഷിച്ചാണോ? അതെ. ഇജ്ജ് ബാ, നമുക്കേ ആ കടവത്ത് കുറച്ച് ഇരിക്കാം. വരീന്ന് എവിടെ പോയി കിടക്കാന്? ഒരുത്തം കേട്ടോള്. അതെങ്ങനെ ശൈത്താന്റെ ഇക്കുമത്തില് വീണുപോയി. ഇനി ഓള് രക്ഷപ്പെടൂല. എന്റെ കയ്യിൽ കിട്ടിയ ഇനിയോളെ മയ്യത്താക്കും. ആരാണ്? അറിഞ്ഞൂടെ? ഒറ്റക്കണ്ണം പോക്കറ് ഉച്ചിട്ട് കളിക്കാരൻ നമ്മുടെ സൈനബാടെ ബാപ്പയാണ്. നിക്ക് 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 കുട്ടിയോളെ, അവിടെ നിക്ക്, അവിടെ നിക്കേന്ന്. എന്നിട്ട് നീങ്ങിക്ക്. ആ തട്ടോന്ന് മാറ്റ്. അയ്യോ എന്തിനാ? സൈനബേന്നാ? നമ്മള് പാത്തുമ്മയാണ്. ആ അറാമ്പറന്ന പോലെ കണ്ട എവിടെയെങ്കിലും? ഇല്ല മാപ്പിളെ, ഞങ്ങള് കണ്ടില്ല. ആ മണ്ടനെ കണ്ട? മുത്തപ്പാന? ഞങ്ങൾ ആരെയും കണ്ടില്ല. ഓനെ പോക്കറ്റ് അടിക്കാരനാ. നിക്ക് നിക്ക് നിക്ക്, നിങ്ങളൊക്കെ ഏതാ? ഞങ്ങളും നിങ്ങളുടെ തറവാട്ടിന്നാ. ആ ബൈക്കത്ത് സുൽത്താന്റെ. എന്റെ തറവാട്ടിന്നു? പെൺകുട്ടികളായാലേ അടക്കൊതുക്കം വേണം. എന്റെ ബലാല് സൈനവനെ കണ്ടാ പറഞ്ഞേക്ക് ഈ ചൂരലോളെ ചന്തിക്കുള്ളതാണെന്ന്. ശരിയാവൂല. ശൈത്താന്റെ ഇക്കുമത്തിന് വീണുപോയി. സൈനബാ, സൈനബാ. അല്ലാ സൈനബ. നമ്മളെ കാണണ്ട. സൈനബാ, സൈനബാ. ഓ, നീ ഇച്ചത് നല്ലതാണാ? അല്ല. നീ ഇങ്ങനെ ചെയ്യോ? ഇല്ല. പോയി വേഗം തലയൊക്കെ തോർത്തി കുപ്പായം മാറ്റ്. പനി പിടിക്കും. പനി പിടിച്ചോട്ടെ. പനി പിടിച്ച് നമ്മള് കിടന്ന് വിറയ്ക്കുമ്പം ഇങ്ങള് നമ്മളെ കെട്ടിപ്പിടിക്കൂലേ? അപ്പൊ പനി മാറും. ഉമ്മോ അങ്ങനെ പറയല്ലേ മുത്തേ. നിനക്ക് പനി പിടിച്ചാ നമുക്ക് ജലദോഷം വരും. സൈനബാ, നമ്മളൊരു പോക്കറ്റടിക്കാരൻ, ഈയെ ഒരു മൊഞ്ചത്തി ഹൂറി. നമ്മള് ഹൂരി ഒന്നല്ല, സൈനബാണ്. നമ്മളെ മൂക്കുകൂടി പുക വിടാൻ പഠിപ്പിച്ചത് ആരാ? ആരാ? സൈനബാന്റെ ബാപ്പ. 22 കൊല്ലം ആരെ മുന്നിലും തോക്കാത്ത ഒറ്റക്കണ്ണം പോക്കറ മുച്ചീട്ട് കളി തോപ്പിക്കാൻ നമ്മളെ പ്രാപ്തനാക്കിയത് ആരാ? ആരാ നിങ്ങൾ പറയുന്ന? ഇജ്ജ്, നിന്റെ കൽബിന്റെ കൽബായ സൈനബ. നമുക്ക് കോരി തരിക്കണ്. സൈനബാ, നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കേ, നമ്മള് കോരി തരിച്ചോണ്ടിരിക്കാം. അല്ലോ സൈനബാ, നമ്മള് പോണ്. സൈനബാ, ബാ, നിക്ക്, ഇങ്ങോട്ട് വാന്നു. രാജാവേ, 1 വെച്ചാ 2, 2 വെച്ചാ 4. രാജാവേ, 1 വെച്ചാ 2, എന്താ ആലോചിക്കാം? 2 ഇങ്ങോട്ട് വെച്ചാ വാ നീ. 4.
സൈനബാ, എന്തിനാ എന്തേത്തിനാ എന്നെ ഒളിപ്പിക്കണേ? നിന്റെ വാപ്പ കയ്യിലൊരു ചുരുളോടെയും നിന്നെ തേടി നടക്കുക. നിന്നെ കണ്ട അടി ഉറപ്പാ. അതെന്തെല്ലാരും പാപ്പവരും മുഖത്തിനിങ്ങനെ തിരിക്കണേ? എന്നെ കൊന്നാലും വേണ്ടിയില്ല, ഞാൻ മൂത്താപ്പാനെ കിട്ടു. എന്തേ അത്രക്ക് ഇഷ്ടാ നിനക്ക് അവനെ? നമ്മളെ ഈ ഭൂമിയിൽ അടയാളപ്പെടുത്തിയത് പ്രേമത്തിന്റെ രാജകുമാരനാ. മനസ്സ് നിറയെ സ്നേഹമായിട്ട് ഞാൻ കാത്തിരിക്കുന്നില്ലേ എന്റെ ബഷീർ ഖാനെ. എന്റെ മൂത്താപ്പാക്ക് എന്നെ പെരുത്തിഷ്ടാ. മൂപ്പരെ മുച്ചുട്ടികള് പഠിപ്പിച്ചതേ ഞമ്മളാ. അതാ ബാപ്പാക്ക് നമ്മളോട് ഇത്ര ദേഷ്യം. സൈനബ, മുത്തപ്പായ്ക്ക് നിന്നോടുള്ളത് ആത്മാർത്ഥ സ്നേഹാണെങ്കിൽ നീ ഓനെ തന്നെ നിക്കാഹ് ചെയ്യണം. അതെ, പ്രണയ അനശ്വരമാണെന്നാ ബഷീർക്ക പറയാറുള്ളത്. ആരെതിർത്താലും നമ്മളെ സ്നേഹിക്കുന്നവരെ കല്യാണം കഴിക്കാവൂ, അവരോടൊപ്പവേ നമ്മൾ ജീവിക്കാവൂ. സുൽത്താൻ ഒരു വല്ലാത്ത പുള്ളിയല്ലേ സോജ രാജകുമാരൻ. സാറാമ്മയ്ക്ക് ലഭിച്ച പ്രണയലേഖനത്തിന് മറുപടി എഴുതാൻ അത് സുൽത്താന് മാത്രമേ കഴിയൂ.